സിപിഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജന് വിമർശനം. തൃശൂർ പൂരം അലങ്കോലമായതിൽ ചുമതലക്കാരനായ മന്ത്രി കെ രാജന് ഉത്തരവാദിത്തമുണ്ടെന്ന് വിമർശനം. റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ സിപിഐ മത്സരിക്കുമ്പോൾ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ബിജെപിക്ക് വേണ്ടി വ്യാജ വോട്ട് ചേർത്തെന്നും രാഷ്ട്രീയ പ്രമേയ ചർച്ചയ്ക്കിടെ വിമർശനമുയർന്നു. എ.വി. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ജയശങ്കർ, എന്തൊക്കെ വിമർശനമാണ് മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്? അതായത് പ്രവിധ ഈ തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഉള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിമർശനം ഉയർന്നത്. രാഷ്ട്രീയ പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു വിമർശനം. ഈ തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് ചുമതലക്കാരനായ മന്ത്രി കെ രാജന് ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ ചർച്ചയ്ക്കിടെ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ CPI മത്സരിക്കുമ്പോൾ ഈ റവന്യൂ വകുപ്പിൽ ജീവനക്കാർ BJPക്ക് വേണ്ടി വ്യാജ വോട്ട് ചേർത്തുന്ന ഗുരുതര ആക്ഷേപവും പ്രതിനിധികൾ ഉന്നയിച്ചു. റവന്യൂ വകുപ്പിലെ 90% ജീവനക്കാരും ജോയിന്റ് കൗൺസിലുകാരാണ്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മന്ത്രി രാജന് ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടെന്നും ഈ പ്രതിനിധികൾ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സമ്മേളനത്തിനിടെ വലിയ തോതിൽ ഈ AYSF സെക്രട്ടറിയും ഒപ്പം തന്നെ AYSFന്റെ മുൻ ജില്ലാ സെക്രട്ടറിയൊക്കെ തമ്മിൽ വാക്കുതർക്കമൊക്കെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി. അടൂരിൽ നിന്നുള്ള ഗ്രൂപ്പ് ചർച്ചയെ ചൊല്ലിയായിരുന്നു വാക്കുതർക്കം. ഒപ്പം തന്നെ ഇറാനി മണ്ഡലം ചർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിനിധിയെ സംബന്ധിച്ചും തർക്കം ഈ സമ്മേളനത്തിലൂടെ ഉണ്ട്. എന്തായാലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉൾപ്പെടെ ഈ രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ജയിലിൽ ഉൾപ്പെടെ സാഹചര്യങ്ങൾ, ജയിലിൽ ഉൾപ്പെടെ പ്രതികൾക്ക് പ്രത്യേക സൗകര്യം ലഭിക്കുന്നതിന് ഉൾപ്പെടെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിങ്ങനെ തുടരുകയാണ്. മന്ത്രി രാജനെതിരെയും ഇപ്പോൾ പ്രതിനിധികളിൽ നിന്ന് നേരിട്ടുള്ള ഒരു വിമർശനം വന്നിരിക്കുകയാണ്. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.